ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനേ നല്ല കൊഴുവ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കൊഴുവ നല്ല പോലെ വെട്ടി വൃത്തിയാക്കാണ് കേട്ടോ. ഇത് വെട്ടി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് വറുത്തെടുത്ത് കഴിക്കാനായിട്ട്. ഇതെല്ലാം കൂടി ഒന്നിച്ച് വറുക്കണില്ല. ഞാൻ ഇത് കുറച്ച് വെട്ടി കളഞ്ഞിട്ട് വയറ് മാത്രം വെട്ടിക്കളയുള്ളൂ, തലയൊക്കെ അവിടെ വെക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് ഇന്ന് ഭയങ്കര ക്ഷീണമായിരുന്നുള്ളൂ, ഒട്ടും സുഖം ഉണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ക്ഷീണ മാതിരിയാണ് എനിക്ക്. എന്താന്നറിയില്ല, ഇങ്ങനെ വെറുതെ ഒരു അലസത ഉള്ള ഒരു ദിവസമായിട്ട് ഒരു സുഖമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് എന്താ പറയാ, വീഡിയോ ഒക്കെ എടുത്തു പോകണുണ്ട്. ഇന്ന് എണീറ്റപ്പോട്ടാ. പക്ഷെ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഉറക്കം കിട്ടാണ്ടൊന്നും ഞാൻ ഇരുന്നിട്ടില്ല. പക്ഷെ എണീറ്റപ്പോ എനിക്ക് തീരെ സുഖം ഉണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഫുള്ള് റെസ്റ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അടിച്ചു വാരി തുടയ്ക്കണതും എല്ലാം ഞാൻ ഇപ്പോഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ പറയാ ഞാൻ കുളിക്കാൻ പോട്ടേന്നു. ചേട്ടൻ വന്നിട്ടുള്ളൂ, അതിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയാം, വരട്ടെ ചേട്ടാ, ഞാൻ കുറെ നാളായി ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, നിക്ക് എന്ന് ഞാൻ പറയാണ് ഇവരെടുത്ത്, ചേട്ടൻ്റെ അടുത്ത്. സാർ എപ്പോഴും വെള്ളിയാണല്ലോടേ, എപ്പോഴും വെള്ളിയാണ് എനിക്ക്. അവളെ പിന്നെ ഞാനേ ഈ ജില്ലായിട്ടൊക്കെ ജില്ലായിട്ടൊക്കെ ഒരു 4 ദിവസം നടന്നിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചാ എനിക്കറിയില്ല. കണ്ണീറാണ് നമ്മൾ പറയില്ലേ, കണ്ണീർ തേങ്ങ വാങ്ങാൻ. എന്നെ ആരോ നോക്കി നിന്ന് കഴിഞ്ഞാ ഇങ്ങനെ ഞാൻ നടക്കാം. എനിക്ക് പിറ്റേ ദിവസത്തേക്ക് അയ്യോ അതെന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് എന്താണെന്നറിയില്ല. ഞാൻ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനത്തെ ഭയങ്കര വിശ്വാസങ്ങളാണ്. 4 ദിവസം നന്നായിട്ട് നടന്ന 5ാമത്തെ ദിവസം എന്താണെന്നറിയില്ല, ജില്ലായിട്ടിട്ട് പിന്നെ എനിക്ക് ഓവർ സ്ട്രെസ്, ഭയങ്കര സ്ട്രെസ്സാണ് എനിക്കുള്ളത്. ഇപ്പൊ തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ ഒരു എന്താണെന്നറിയോ, കുറച്ച് പണ്ട് ഞാൻ അനുഭവിച്ചിരുന്ന കുറച്ച് ട്രോമകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇപ്പൊ കയറി വരാം. അവരന്ന് പണ്ട് പറഞ്ഞത്, പണ്ട് ചെയ്തത്, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യാടോ. ഞാൻ 1 മണിക്കൂർ നടന്നിട്ടാണ് വന്നത്. ഈ നടക്കണ സമയത്തൊക്കെ പണ്ട് കഴിഞ്ഞ ഒരു ഊളക്കഥകൾ എനിക്ക് ഓർമ്മ വരിക. ഓരോരോ എന്നെ അവരങ്ങനെ വിഷമിപ്പിച്ചത്, ഞാൻ കരഞ്ഞത്, ഞാൻ സങ്കടപ്പെട്ടത്, ഒരു കാര്യമില്ല. എനിക്ക് തന്നെ അറിയാം ഒരു കാര്യമില്ല. വെറുതെ എൻ്റെ മനസ്സിലേക്കും എൻ്റെ ചിന്തകളിലേക്കൊക്കെ ഇങ്ങനെ വെറുതെ അപരാധികൾ വന്നുകൊണ്ടിരിക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ് ആവാ. എന്നിട്ട് എൻ്റെ ആക്ടിങ് അത് ഇങ്ങനെയൊക്കെ ചിരിക്കണത് എന്താണെന്നറിയില്ല. അങ്ങനെയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ടോന്ന് എനിക്ക് അങ്ങനെയൊക്കെ അന്ന് ചെയ്തില്ലല്ലോ. അതൊക്കെയാണ് ഇപ്പോഴത്തെ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. അതേസമയം എനിക്കൊരു സങ്കടമോ അങ്ങനെ ഒരു ഇതൊന്നുമല്ല, സങ്കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ വെറുതെ കുറച്ച് നാളായിട്ട് ഇപ്പൊ 2-3 ദിവസമായിട്ട് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി കയറി വരാം. അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മൾ ക്ലീനിങ് ചെയ്യില്ലേ, അത് ഏറ്റവും നല്ല ഇതാണ്, എക്സസൈസ് ആണ്. ഈ മെന്റൽ ഹെൽത്തിന് ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണ് ക്ലീനിങ് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ. അപ്പൊ അത് ക്ലീനിങ് ചെയ്യുമ്പോൾ അരയ്ക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുരച്ചൊക്കെ കഴുകുമ്പോഴൊക്കെ എനിക്ക് ഇങ്ങനെ സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്. മെന്റലി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. ഇങ്ങനെ ഒരു ആകെ കൂടി ഒരു സ്ട്രെങ്ത് ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് എനിക്ക് ഇതുള്ളത്. പിന്നെ ഏട്ടൻ വന്നു കഴിഞ്ഞാലാണ് ഒരു ഹാപ്പി മൊമെന്റ് ഒക്കെ വരുന്നത്. ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിലും ഇപ്പൊ ചേട്ടൻ നമ്മൾ ഓരോ മണിക്കൂർ തോറുമ്പോൾ ഞാൻ ചേട്ടനെ വിളിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യൂട്ടാ. അങ്ങനെയാണ് വിശേഷങ്ങളൊക്കെ പോകണടോ. എന്താ ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ നമുക്കിന്ന് പുതിയ വിശേഷങ്ങളിലേക്ക് വേഗം അങ്ങോട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയ്ക്ക് പോവാം കേട്ടോ. അപ്പൊ ഈ കൊഴുവ് എങ്ങനെ നന്നാക്കി കഴിയിടുന്നത് അങ്ങോട്ട് വറുത്തെടുത്ത് അങ്ങ് കഴിക്കുക നമുക്ക് നാളെ. അപ്പൊ നാളേക്കുള്ള വീഡിയോ ആണേ. നാളെയാണ് കേട്ടോ ഞാൻ വറുക്കാൻ പോണത്. അപ്പൊ ഇന്ന് രാത്രിയിൽ റെഡി ആക്കി വെക്കുക കേട്ടോ. വിളിക്കും നല്ലൊരു പണി കിട്ടി. വാഷിംഗ് മെഷീൻ വർക്കിംഗ് അല്ല. അപ്പോൾ അതുകൊണ്ട് സെമിയാണ് എൻ്റെ വാഷിംഗ് മെഷീനെ. അപ്പോൾ ഞാൻ കുറേ പ്രവർത്തിച്ച് നോക്കി, പക്ഷെ അത് വർക്കിംഗ് അല്ല. കെട്ടിയനെ പിടിച്ചിട്ടാണെങ്കിൽ എത്തുന്നില്ല. ആൾക്ക് ക്രിക്കറ്റ് കളി കഴിഞ്ഞിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ നേരത്തെ കാലത്ത് പോലും ക്രിക്കറ്റ് കളിയാണ് ആൾക്ക്. അപ്പോൾ നമ്മൾക്ക് ഇതാണ് അവസ്ഥ, തിരിയുന്നില്ല. ഇതുണ്ടോ, ഇത് കറങ്ങണില്ല. പക്ഷെ എന്താ ചെയ്യാം, 8ൻ്റെ പണി.
TV കണ്ട് കിടക്കുന്ന കെട്ടും. ഇനി നമുക്ക് ഇന്നലേക്ക് ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ചോറിനെ ഞാൻ വെക്കുന്നത്. അപ്പോൾ എണീറ്റ് വന്ന ഉടനെ തുണികൾ കഴുകാനിടാം എന്ന് വിചാരിച്ചിട്ട് ഒക്കെ ചെയ്തതാണ്. കുറച്ച് നേരമായിട്ട് എണീച്ചിട്ട്. അപ്പം അത് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. ആൾ TV കണ്ട് കിടക്കട്ടെ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. എനിക്കിത് കണ്ടിട്ട് ഇപ്പോഴും വന്ന് നോക്കിയിട്ടില്ല ക്രിക്കറ്റ് കളി കണ്ടിട്ട്. പിന്നെ അതോ എനിക്ക് നല്ല ദേഷ്യവും സങ്കടമുണ്ട്. കാരണം ഒരു എന്തു പറയായാലും എപ്പോഴും ക്രിക്കറ്റ് കളി കണ്ടിരിക്കുമ്പോഴേക്കും നല്ല ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ട്. നല്ല ദേഷ്യവും അങ്ങനെ ഞാൻ പിന്നാലെ ഇങ്ങനെ നടക്കാം. അപ്പം ചേട്ടൻ പറഞ്ഞു കുറച്ച് മണ്ണ് കൊണ്ടുവന്നിടട്ടെ വരട്ടെ ആ വാഷിംഗ് മെഷീനൊക്കെ. ചേട്ടൻ അത് നിസ്സാരവൽക്കരിക്കുകയാണ്. തുണികൾ കഴുകേണ്ട കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ ഞാൻ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്തോളാം വരാം എന്നൊക്കെ പറയുന്നുണ്ട് എന്നോട്. അപ്പം എന്നിട്ട് ആള് കുറച്ച് മണ്ണുകൾ കോരിയിട്ട് നമ്മുടെ റോഡിൽ അവിടെ മണ്ണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അത് റെഡിയാക്കാൻ നടക്കുക. അതിൻ്റെ ഇടയിൽ സൂസി ഇങ്ങനെ പിന്നാലെ നടക്കുന്നുണ്ട്. ഞാൻ പിന്നാലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. ചേട്ടാ വേഗം ചേട്ടാ എനിക്കത് കഴുകാൻ ഇല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടനും അവിടെ ഇങ്ങനെ ഓരോ കരിക ഇവിടെ ഇഷ്ടികകൾ മൊത്തം കൊണ്ടുവന്ന് വെച്ച് മണ്ണ് ഇങ്ങനെ സെറ്റ് ചെയ്തിടുക. അതൊരു ഒരു എന്താ പറയുക, ഇവർക്ക് മഴക്കാലമായി കഴിഞ്ഞാൽ വീട്ടിലെ മണ്ണൊക്കെ ഒലിച്ച് റോട്ടിൽ കൂടെ പോകും. അപ്പോൾ റോട്ടിൽ ഇങ്ങനെ കെട്ടിവെക്കും. അങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ആള് അതൊക്കെ ചെയ്യും. അത് എൻ്റെ അമ്മ അങ്ങനെയല്ല ചെയ്യുക. ഞങ്ങളൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അരക്കാലി എല്ലാ ചരലും കൂട്ടിയെടുത്ത് അരക്കാലി ഒരു പൊട്ടും അല്ലെങ്കിൽ ഓട്ടകളോ ഒന്നും ഇല്ലാതെ ഇരിക്കാൻ അരക്കാലിക്ക് മണ്ണൊക്കെ കൊണ്ടുവന്നിടാറുണ്ട്. വേനൽക്കാലത്ത് അടിച്ചൊക്കെ വാരി കഴിഞ്ഞാൽ മണ്ണിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഗേദർ ചെയ്യുമല്ലോ. അപ്പോൾ ആ മണ്ണൊക്കെ നമ്മൾ ഇങ്ങനെ ചട്ടിയിലൊക്കെ കോരി കൊണ്ടുവന്ന് ഞങ്ങളെ കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കും. അച്ഛനമ്മയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. ഇങ്ങനത്തെ ഒരു കലാപരിപാടി ആദ്യമായിട്ടാണ് കാണുന്നത്. നിറച്ച് നാളികേരൊക്കെ കേടായിട്ട് കെടുക്കുക. ഒരു കാര്യമില്ല, നാളികേരവും ഒന്നും റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ സൂസി നമ്മുടെ സുന്ദരി ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആൾക്ക് സൂസി എന്ന് വിളിക്കരുത്, ഇവിടെ ഞാൻ സൂസി എന്നും ഇടയ്ക്ക് വിളിക്കട്ടെ. ഇവിടെ സൂസീനെ മോളാണ്. അപ്പോൾ ഏട്ടൻ എന്നോട് പറയാം ഞാൻ ചെയ്യാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അടപ്പത്ത് ഒരു സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇടയിൽ ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് പോകും, അവിടെ വന്ന് നോക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരും. വാഷിംഗ് മെഷീൻ റെഡിയാക്കിട്ടോ. അങ്ങനെ ഏട്ടൻ പറഞ്ഞു ഞങ്ങൾ 2 പേരും കൂടി അത് എടുത്ത് വാഷിംഗ് മെഷീൻ അതിൻ്റെ ഉള്ളിൽ നിറച്ച് ചെളി. ഒരു തിക്കും തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറും കൂട്ടാനും അതിൻ്റെ ഇടയിൽ ചേട്ടാ വാഷിംഗ് മെഷീൻ റെഡി ആയിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ചേട്ടൻ വന്ന് അതൊക്കെ അഴിച്ചെടുത്ത് എന്താ പറയുക നോക്കിയപ്പോൾ ചാളി നിറഞ്ഞ് ഇങ്ങനെ പിടിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ വാഷിംഗ് മെഷീൻ റെഡിയായി വേഗം ഏട്ടൻ തന്നെ അതൊക്കെ അഴിച്ചെടുത്ത് അങ്ങനെ കഴുകി വൃത്തിയാക്കി എനിക്ക് വാഷിംഗ് മെഷീൻ സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇനി എനിക്കിത് വേഗം പറഞ്ഞു ലോഡ് കൂടണ്ട, അപ്പോൾ ഇനി പെട്ടെന്ന് റെഡിയാക്കുക ഓരോ കാര്യങ്ങൾ ഞാൻ ആക്ക് എന്നൊക്കെ എനിക്ക് കുറച്ച് നേരം ഭയങ്കര വിഷമായിരുന്നു ഞാൻ പറഞ്ഞപ്പോൾ. എന്നുവെച്ചാൽ ഒരുപാട് തുണികൾ കഴുകാനുണ്ടേ. വാഷിംഗ് മെഷീൻ വർക്കിംഗ് അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അന്നത്തെ ഒരു ദിവസം നമ്മുടെ പോക്കാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ നോക്കിക്കോ ഞാൻ നിങ്ങളുടെ വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞ് കേൾക്കാത്ത ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സെറ്റായി, എല്ലാ കാര്യങ്ങളും സന്തോഷമായി. അത് കുറച്ച് നേരം അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് വരും, പെട്ടെന്ന് സ്ട്രെസ്സ് വന്നു വെറുതെ. അപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ അജിൻ്റെ ഫാമിലിയുടെ സൈനിങ് ഓഫ്. ടാറ്റാ ബൈ ബൈ.